ജൂൺ 4-ന് ഞാനിവിടെ കാണില്ല. പോളിംഗ് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക് അത്ര ഉഷാറില്ല. മൊത്തത്തിൽ ഒരു തണുപ്പൻ മട്ടാണ്. ക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി കേൾക്കുക. From day 1 till now and post June 4th, ഈ ആവേശവും ഈ പ്രതീക്ഷയും പ്രാർത്ഥനയും എല്ലാം തുടർന്നുകൊണ്ടിരിക്കും. ജൂൺ 4 കഴിഞ്ഞ് പ്രവർത്തനം അതിഗംഭീരമായി. പോളിംഗ് എങ്ങനെയുണ്ടായിരുന്നു? കറക്റ്റ് കണക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു 9 മണിയൊക്കെ ആവും കൃത്യമായ കണക്ക് വരാൻ. മിക്കവാറും നാളെ രാവിലെയൊക്കെ ആവും. ഇപ്പം എല്ലാം ഒരു ഓടിച്ച് നോക്കി പറയുന്നതല്ലേ. അവരും കണക്ക് പറയുന്നവരും എപ്രാളത്തിലാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഫൈനൽ വരുന്നത് വരെ എത്രയായി ഇപ്പം? 71 കഴിഞ്ഞു. അതൊന്നുമല്ല, അതിനേക്കാളൊക്കെ വളരെ. തൃശ്ശൂർ എത്ര? തൃശ്ശൂരിനും 71 കഴിഞ്ഞു. വരേണ്ടതാണ്. ഒരു ഈ പോളിംഗ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളൊരു അവസ്ഥ വെച്ച് എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ? ആ വിലയിരുത്തൽ തന്നെയാണ് ആത്മവിശ്വാസം കൂട്ടുന്നത്. ഇനി നാളെ തന്നെ തിരിച്ചു പോകുന്നു? ഇല്ല, തീരുമാനിച്ചിട്ടില്ല. കുറച്ച് വിസിറ്റ്സ് കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് അടുത്തത് ഇനിയിപ്പം കൂടി എത്താൻ പറ്റിയില്ല. കുറേ നാളുകൾ ഈ രാഷ്ട്രീയവും അതുപോലെ തന്നെ പ്രചരണമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. അപ്പം അതിൻ്റെ കൂടെ സിനിമ എങ്ങനെയാണ്? ഇനിയിപ്പോൾ ഈ നടുവിനുള്ള ഒരു ചികിത്സ ഒന്ന് ആയുർവേദത്തിനൊന്ന് പോകണം. അതിൻ്റെ നല്ലിരിപ്പ്. അത് കഴിഞ്ഞിട്ട് US തുടങ്ങാനായിട്ടിരിക്കുന്നത് പടം. അപ്പോൾ ജൂൺ 4-ന് തിരിച്ച് ഇവിടെ ഉണ്ടാവാൻ പറ്റുമെന്നൊരു സംശയം. അപ്പോൾ അതുകൊണ്ട് ആ പടം നീക്കി വെച്ചിട്ട് അതിന് പകരം വരുന്ന പടം ഏതാണോ അത് ചെയ്തു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും മെയ് 25 വരെ വേറെ സിനിമ ഷെഡ്യൂൾസ് പറ്റത്തില്ല. പിന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ പോകേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിൽ 25-നല്ല, 20-25-നൊക്കെ പോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഡൽഹിയിൽ ഒക്കെ പോകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യും. വിജയത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? അതല്ലേ ഇത്രയും നേരം പറഞ്ഞത് അല്ലേ? 100% ശേഷം ശക്തമായ പ്രവർത്തനത്തിനുള്ള ഒരു താലം തട്ട് തൃശ്ശൂർ ജനത കേരളത്തിൻ്റെ ഇംഗിത പ്രകാരം തയ്യാറാക്കി ഇന്ന് പെട്ടിക്കുള്ളിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ആത്മവിശ്വാസം. തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ളതായിരുന്നു പ്രചാരണം. അപ്പോൾ അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞത് കേട്ടോ. ഞാനൊന്ന് ജീവിക്കുകയും കൂടി ചെയ്തോട്ടെ. അപ്പോൾ എൻ്റെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അതിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം അവസരം കിട്ടട്ടെ. നമുക്കിനി സമയമുണ്ട്. അതുപോലെ പ്രവർത്തിച്ചാൽ പോരാ. ഞാൻ ഇടയ്ക്ക് എവിടേക്കോ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു 5 വകുപ്പുകൾ ഞാൻ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ആ വകുപ്പുകളുടെ മന്ത്രിമാർ ഒന്ന് പറയുന്നത് സാധിച്ചു തന്നാൽ മതി. മന്ത്രിക്കും നേരെയുള്ള ഒരു പവർ എനിക്ക് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഞാൻ നോക്കുന്ന. അങ്ങനെ ഇത്തവണയെങ്കിലും സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ എടുക്കാൻ പറ്റണേ എന്നാണ് നടന്റെ ഫാൻസുകാരുടെ പ്രാർത്ഥന. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.